സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ഇന്ന് ഉച്ചയോടെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. മുഴുവൻ പേർക്കും ശമ്പളം കിട്ടുന്നതുവരെ സമരം തുടരാൻ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ തീരുമാനം. ജീവനക്കാരെ ബലിയാടാക്കി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അനുവദിക്കില്ലെന്ന് കൺവീനർ ഇർഷാദ് MS 24-നോട് പറഞ്ഞു. സർക്കാരിൻ്റെ അത്തരത്തിലുള്ള ഒരു നീക്കവും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് KSRTC ജീവനക്കാരൻ്റെ അവസ്ഥയിലേക്ക് സർക്കാർ ജീവനക്കാരനെ തള്ളിയിടുക എന്നതാണോ ഈ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങളുടെ ആശങ്ക ഏതാണ്? സർക്കാർ ജീവനക്കാരനെ അത്തരത്തിലൊരു ആശങ്കയ്ക്കും വകയില്ലാതെ കൃത്യസമയത്ത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ശമ്പളം നൽകണമെന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം. സർക്കാരിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ഒരിക്കലും ജീവനക്കാരല്ല. ജീവനക്കാരെ ബലിയാടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. അതിനിടെ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി വിരുന്നൊരുക്കുന്നത് വിവാദമാവുകയാണ്. ശമ്പളം മുടങ്ങിയതിനിടെ വിരുന്ന് നടത്തുന്നതിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് എതിർപ്പുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സലിം, ഈ ട്രഷറി പ്രതിസന്ധിയിലേക്ക് ഈ ഉച്ചയോടുകൂടി പണം എത്തുമെന്നത് ഉറപ്പാണോ? ഇപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രമല്ല ശമ്പളം നൽകേണ്ടത്, അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അങ്ങനെ എല്ലാവർക്കും ഒറ്റയടിക്കുന്ന ശമ്പളം നൽകാൻ കഴിയുന്ന ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് കരുതാമോ? വേണു, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിരോധത്തിലാണ് സർക്കാർ. അതിനെ എങ്ങനെ മറികടക്കും എന്നറിയാൻ സർക്കാരിന് തന്നെ കൃത്യമായൊരു വ്യക്തത ഈ ഘട്ടത്തിലുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കൊണ്ട് മാത്രം ഈ ശമ്പള പ്രതിസന്ധി അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന ഇന്ന് ഉച്ചയോടുകൂടി ചില ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എത്തും എന്നുള്ളതാണെങ്കിലും മുഴുവൻ ജീവനക്കാർക്കും ഇന്ന് ശമ്പളം നൽകി തീർക്കാൻ കഴിയില്ല. കാരണം ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ആകെ ശമ്പളം നൽകേണ്ട ജീവനക്കാരുടെ എണ്ണം 5,12,000 ആണ്. അപ്പോൾ അതിൽ തന്നെ 3,330 കോടി രൂപ മൊത്തം ശമ്പളത്തിൻ്റെ തുകയായി മാത്രം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് നിലവിലെ സർക്കാരിൻ്റെ ട്രഷറിയിലെ സാമ്പത്തിക അവസ്ഥ വെച്ച് ഇത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഒരു വിഭാഗം ജീവനക്കാർക്ക് പണം എത്തുകയും നാളെയും മറ്റന്നാളുമായി ഈ പരമാവധി പണം ജീവനക്കാരിലേക്ക് എത്തിക്കുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, സർക്കാർ അറിയിക്കുന്നതിന് പ്രകാരം 12-ാം തീയതിയോടുകൂടി ശമ്പളം മുഴുവൻ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ മുൻപെങ്ങും അത്തരത്തിൽ ഒരു സ്ഥിതി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്ന് ശമ്പളം നൽകുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യം ശമ്പളം എത്തുന്നത് 1-ാം തീയതി തന്നെ ശമ്പളം എത്തിക്കൊണ്ടിരുന്ന ജീവനക്കാർക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മുൻഗണനാ ക്രമപ്രകാരം ഓരോ ദിവസമായി ഈ ശമ്പളം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 97,000 പേർക്ക് ഇന്ന് ആദ്യഘട്ടത്തിൽ ശമ്പളം കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എത്തിയാലും അത് പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളതിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആകട്ടെ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിൽ പണമെത്തിയാൽ മാത്രം പോരാ, അത് വിനിയോഗിക്കാനുള്ള ഇടപെടൽ കൂടി നടത്തുന്നത് വരെയും സമരമെന്നാണ്. അങ്ങനെ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വലിയ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. ഈ ശമ്പളം പിടിച്ചുവെക്കുന്നത് ഉൾപ്പെടെ ട്രഷറി നിലവിൽ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ, ഓവർ ഡ്രാഫ്റ്റ് ആവാതിരിക്കാനുള്ളൊരു നടപടി എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ സ്വീകരിക്കുന്നത്. അതിന് ബദൽ മാർഗ്ഗങ്ങൾ കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്ധന കമ്പനികളോട് നികുതി വരുമാനം എത്രയും വേഗം ട്രഷറി അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KSFE ബവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരോടും അവരുടെ സമാഹരിച്ച തുക, കയ്യിലുള്ള തുക മുഴുവൻ എത്രയും വേഗം ട്രഷറിയിലേക്ക് അടയ്ക്കാനുള്ള ഒരു നിർദ്ദേശം ഇതിനോടകം തന്നെ മന്ത്രി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കുറച്ച് തുക സമാഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഇടപെട്ട് വൈദ്യുതി മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ മൂലം 4,600 കോടി രൂപ സർക്കാരിന് നിലവിൽ കടമെടുക്കാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെ കൂടി സർക്കാർ പണം സമാഹരിക്കാനുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. അതിനിടയിൽ 13,000 കോടി രൂപ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവിഹിതമായി ഇനി കിട്ടാനുമുണ്ട്. അപ്പോൾ ഈ കേന്ദ്രവിഹിതത്തിൽ നിന്ന് ഈ തുക കൂടി കിട്ടിയാൽ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കഴിയുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും സർക്കാർ നിലവിൽ ലക്ഷ്യമിടുന്നത് മാർച്ച് 1-ന് കേന്ദ്രവിഹിതമായി, അത് നികുതി വിഹിതമായും സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതമായും IGST വിഹിതമായും 4,000 കോടി രൂപ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയിരുന്നു. അത് വലിയൊരു ആശ്വാസമാവുകയും ഈ ശമ്പളം മുടങ്ങില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുമെന്ന് കരുതിയതാണ്. പക്ഷേ
ആ തുക ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആവാതിരിക്കാൻ സൂക്ഷിച്ചതോടുകൂടി പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ സർക്കാർ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും, ഇതിനെ നയപരമായി എങ്ങനെ നേരിടും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചോദ്യമാണ്. അതിന് സർക്കാർ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് 10:45 ധനമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉയരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത് ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5,12,000 മൊത്തം ജീവനക്കാരിൽ തന്നെ അതിൽ 97,000 പേർക്ക് ആദ്യം കിട്ടും. അതിൽ 1,600 കോടി രൂപ ആദ്യ ദിനത്തിലുള്ള വിതരണത്തിനുള്ള തുകയാണ്. ഈ 1,600 കോടി രൂപ ട്രഷറിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ട്രഷറി ഓവർ ഡ്രാഫ്റ്റായി 9 ദിവസത്തിലധികം ഓവർ ഡ്രാഫ്റ്റ് ആയാൽ അത് ട്രഷറി പൂട്ടേണ്ട സ്ഥിതി ഉണ്ടാകും. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അത് മുൻപെങ്ങുമില്ലാത്ത വിധം നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയ നിലയിലേക്ക് മാറുന്നു എന്നൊക്കെ പലതവണ പറയുമ്പോഴും അത് മുൻപെങ്ങുമില്ലാത്ത രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് മാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നതിനിടയിൽ ജീവനക്കാർ സമരത്തിനൊരുങ്ങുന്നു, ആക്ഷൻ കൗൺസിൽ നിരാഹാര സമരത്തിനൊരുങ്ങുന്നു. ആ ഘട്ടത്തിൽ ധനമന്ത്രി തന്നെ ധനവകുപ്പിലെ ജീവനക്കാർക്ക് വിരുന്നൊരുക്കുന്നു എന്നുള്ളൊരു വലിയ വിവാദം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും എല്ലാ വർഷവും സാധാരണയായി നടന്നു വരുന്ന ഒരു വിരുന്നാണ്. പക്ഷേ അത് നടത്തുന്ന സമയമാണ് ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ വലിയ വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നത്. കാരണം ബജറ്റ് തയ്യാറാക്കിയ ജീവനക്കാർക്ക് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിരുന്ന് അത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ജീവനക്കാർക്ക് ഈ വിരുന്നിൽ പങ്കെടുക്കുന്ന ജീവനക്കാരിൽ പലർക്ക് പോലും ശമ്പളം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതിനിടയിൽ ഈ വിരുന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അത് മാത്രമല്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇന്നലെ തന്നെ ഈ ശമ്പളം അക്കൗണ്ടിൽ വന്നിട്ടുമുണ്ട്. അതോടുകൂടി തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഈ നിലയിലേക്ക് വിശദാംശങ്ങൾ നൽകുന്നു. ഇപ്പോൾ KSRTCയിലെ AITUC സംഘടനയുടെ നേതാവ് MG രാഹുൽ ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ശ്രീ MG രാഹുൽ, നിങ്ങൾക്ക് എല്ലാ മാസവും ഈ പറയുന്ന ശമ്പളം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അപ്പോഴാണ് ട്രഷറി തന്നെ അവതാളത്തിലായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകും, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു നിലയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഈ പ്രതിസന്ധി എല്ലാം രൂപപ്പെടും എന്നുള്ളത് നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടായിരുന്നു. KSRTCയുടെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം ഞങ്ങൾ വരുമാനം ഉണ്ടാക്കി അതിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സാധാരണഗതി കഴിഞ്ഞ മാസവും 220 കോടി രൂപയ്ക്ക് പുറത്ത് വരുമാനം ഉണ്ട്. 24,000 ജീവനക്കാരേ ഉള്ളൂ. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, 5.25 ലക്ഷത്തിന് പുറത്ത് ജീവനക്കാരുണ്ട് എന്നുള്ളതും അവർക്ക് സ്വാഭാവികമായ ഒരു സേവന മേഖലയുടെ ഭാഗമെന്നോണം വരുമാനം ഉറപ്പാക്കിയില്ലെങ്കിലും കൃത്യമായി ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ കാര്യത്തിൽ നമുക്കാർക്കും മാറ്റമില്ല. ഇതൊരു പക്ഷേ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഏറ്റവും അവസാനം എന്ന നിലയിൽ സാധാരണഗതിയിൽ എല്ലാ മേഖലയിലും ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലും മനഃപൂർവ്വമായിട്ടൊരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമെന്ന് നമുക്കാർക്കും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പരിഹരിക്കാൻ കഴിയാത്ത നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വന്നത്. വളരെ വേഗം ഈ പ്രശ്നം പരിഹരിക്കും ഗവൺമെന്റ് എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. ശരി, നന്ദി MG രാഹുൽ പ്രതികരിച്ചതിന്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ഇന്നും മുടങ്ങിയിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഘട്ടം ഘട്ടമായെങ്കിലും ശമ്പള വിതരണം നടത്താൻ കഴിയും എന്ന അനൗദ്യോഗികമായ അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. 10:45 ധനമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.